ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിക്കാനായിട്ട് ഇനി 2 ആഴ്ചയും കൂടിയേ ബാക്കിയുള്ളൂ. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡും കൂടി കഴിഞ്ഞാൽ കറക്റ്റ് 2 ആഴ്ചയും കൂടിയേ ബാക്കിയുള്ളൂ. ഈ ഒരു സീസൺ ആര് വിജയിക്കണം അല്ലെങ്കിൽ ആര് വിജയിക്കും എന്നൊക്കെ ഉള്ളതിനുള്ള ഒരു ഉത്തരം നമ്മൾ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഡിസേർവിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അനീഷ് തന്നെയാണ്. അനീഷിന്റെ തുടക്കം പോലുള്ള ഗെയിം തന്നെ എടുക്കാം. അനീഷിന് തുടക്കത്തിലൊന്നും അത്ര ഫാൻ ബേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അത് ഏറ്റവും നെഗറ്റീവ് രീതിയിലാണ് അനീഷിന്റെ ഗെയിമിനെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. പോകെയാണ് അനീഷിന്റെ ഗെയിം പ്രേക്ഷകർ ഏറ്റെടുക്കാനായിട്ട് തുടങ്ങിയത്. അത് പേഴ്സണാലിറ്റിയാണ് കേട്ടോ. അത് അനീഷിന്റെ ഭയങ്കരമായ ഗെയിം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പേഴ്സണാലിറ്റിയാണ്. ഒരു നല്ല മനുഷ്യൻ, നല്ല മനസ്സിനുടമ, ആത്മാർത്ഥതയുള്ള, ചെയ്യുന്ന കാര്യത്തോടൊരു ദൃഢനിശ്ചയമുള്ള ഒരു മനുഷ്യൻ, ബിഗ് ബോസിൽ വരാൻ ഒരുപാട് ആഗ്രഹിച്ചു വന്ന ഒരാൾ, ഒരു കോമണർ. ആ ഒരു പരിഗണനയാണ് അനീഷിന് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുള്ളത്. അത് അവിടുന്ന് പിന്നെ അത് ഫാൻസായി മാറി. അനീഷിന് വേണ്ടി അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാധക വൃന്ദങ്ങളുണ്ടായി. അപ്പോൾ അനീഷിന്റെ ഗെയിം അങ്ങനെ പയ്യെ ബിൽഡായി വരികയായിരുന്നു, ഗ്രാഫായിട്ട് ഉയർന്നു വരികയായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ഏറ്റവും അധികം മുഴങ്ങി കേട്ടിട്ടുള്ള ഒരു പേര് അനീഷിന്റെ തന്നെയാണ്. അത് ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു നല്ല സ്വഭാവം കാഴ്ചവെച്ച് പേഴ്സണാലിറ്റിയിൽ നിന്നുകൊണ്ട് അനീഷ് ഗെയിം കളിച്ചതുകൊണ്ടാണ്. അല്ലാതെ വെറുതെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊന്നുമല്ല. ക്യാമറ സ്പേസിന് വേണ്ടിയുള്ള ഒരു നാടകങ്ങളും അനീഷിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ നെവിൻ ചെയ്ത പോലെ ബെഡിൽ വെള്ളം കോരി ഒഴിക്കുക, കലത്തിനകത്ത് എടുത്തുകൊണ്ട് വെള്ളം ഒഴിക്കുക, അതൊക്കെ ക്യാമറ അറ്റൻഷന് വേണ്ടി തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് രീതിയിൽ ആരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴും അനീഷിന്റെ ഭാഗത്തുനിന്ന് കളിച്ചിട്ടുള്ള ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു ഗെയിമായിരുന്നു. ഇപ്പം ഡേർട്ടി ഗെയിം അല്ലെങ്കിൽ കുൽസിതം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിവാദങ്ങൾ ഈ സീസണിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും അനീഷിന്റെ പേര് നമ്മൾ കേട്ടിട്ടില്ല. ആ ഒരു വിവാദത്തിലൊന്നും അനീഷ് ഡയറക്ട്ലി ഇൻവോൾവ് അല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ അത്രയും നല്ല രീതിയിൽ കളിച്ചു വന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഇതൊന്നും പലരും കാണില്ല. പലരും പറയുന്നുണ്ട് ടാസ്ക് മനസ്സിലാക്കാതെ ചെയ്യുന്ന ഒരാളാണ്, ടാസ്ക് ഒന്നും ടിക്കറ്റ് ഫിനാലെ നല്ലപോലെ കളിച്ചില്ല, പിന്നെ എന്താ പറയാ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നില്ല, സേഫ് ഗെയിം കളിക്കുന്നു, ഇതൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. കാരണം ഈ സീസൺ പൊതുവെ മിക്സ്ഡ് അഭിപ്രായങ്ങളാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ സാധാരണ ന്യൂട്രൽ ഓഡിയൻസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. PR ഓഫ് കോഴ്സ് കാശ് വാങ്ങിച്ചവരുടെ അടുത്ത് അവര് കൂറ് കാണിക്കത്തുള്ളൂ. ന്യൂട്രൽ ഓഡിയൻസിൽ തന്നെ 3-4 വിഭാഗങ്ങളായിട്ട് പിളർന്നിരിക്കുകയാണ്. ആദിലാനൂറെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അനുമോളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അക്ബർ, നെവിൻ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഒരു സൈഡിൽ. ആര്യന്റെ എവിക്ഷൻ അൺഫെയർ ആയിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് ഒരു സൈഡിൽ. അതേപോലെ ഷാനവാസിന്റെ ഒരു വലിയ വിഭാഗം ഫാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അനീഷ് ഈ സീസൺ വിജയിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഗ്യാരണ്ടിയുടെ ഉത്തരം എനിക്ക് പറയാനായിട്ട് പറ്റില്ല. എന്റെ ഇഷ്ട മത്സരാർത്ഥി എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ ഒരു വ്യാമോഹം വെക്കാം, ഈ സീസൺ ജയിക്കും, ഈ സീസന്റെ ടൈറ്റിൽ അനീഷിനുള്ളത് തന്നെയാണ് എന്ന്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ഫൂൾസ് പാരഡൈസിൽ നിൽക്കുന്നില്ല. കാരണം പല ഗെയിമുകളും പല കളികളും പുറത്ത് നടക്കുന്നുണ്ട്. പബ്ലിസിറ്റി സ്റ്റണ്ട്, PR പരിപാടിയൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഒരു സാധാരണക്കാരൻ ഈ സീസൺ വിജയിക്കുക എന്നുള്ളത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ടോപ്പ് 3 ടോപ്പ് 5 എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. എനിക്കറിയില്ല ഇതിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നുള്ളൊരു കാര്യം. കാരണം അത്രയും ആ രീതിയിലാണ് ശക്തമായിട്ട് കളികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്ത് നല്ല രീതിയിൽ തന്നെ ഗെയിമാണ്. അത് 2 പ്രമുഖ റിവ്യൂസ് തമ്മിൽ വഴക്കുണ്ടാക്കുന്നു, ചേരി തിരിഞ്ഞ് വഴക്ക്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. ഇപ്പം എന്തെങ്കിലും വിവാദം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അറിയാം ആരുടെയൊക്കെ പക്ഷം പിടിക്കും, ഏതാണെന്നുള്ളത്. അപ്പം ഒരു വിവാദത്തിലും ഏർപ്പെടാതെ, ഒരു രീതിയിലുള്ള ഡേർട്ടി ഗെയിമും കളിക്കാതെ, തെറി പറയാതെ, ഒരാളെയും ദുഷിക്കാതെ ഒരു കണ്ടസ്റ്റന്റിന് ബിഗ് ബോസ് ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവരൊക്കെ ചോദിക്കുന്ന ചോദ്യം. അനീഷിന് അതിന് മറുപടി കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്കറിയില്ല. അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന, അനീഷിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്കും ഉത്തരം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കുന്ന കണ്ടസ്റ്റൻസ് പൊതുവെ കുറവാണ്. അല്ലെ പിന്നെ ഫേക്ക് ആയിട്ട് നിൽക്കണം. അനീഷ് അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. അത് തന്നെയാണ് അനീഷിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഈ സീസൺ ആര് വിജയിക്കും അല്ലെങ്കിൽ അനീഷ് വിജയിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്കൊരു ഉത്തരം തരാനില്ല എന്നുള്ളതാണ് സത്യം. ഈ സീസൺ ആർക്ക് വേണമെങ്കിലും വിജയിക്കാം. നൂറയ്ക്ക് വിജയിക്കാം, അനുമോൾക്ക് വിജയിക്കാം, ഷാനവാസ്, അക്ബർ,
നെവിൻ നെവിൻ ഓക്കെ നെവിൻ, അനീഷ്, ഇവരൊക്കെ കണ്ടന്റേഴ്സ് ആണ് ഈ സീസണിന്റെ കപ്പിനായിട്ട്. നമുക്ക് നോക്കാം ഏത് PR ടീമാണ് ഒടുവില് ഈ വിജയ കിരീടം നേടുക എന്നുള്ളത്. ഒരു സാധാരണക്കാരന് വിജയിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. സാധാരണക്കാരുടെ പവർ എന്താണെന്നുള്ളത് വരും ദിവസങ്ങൾ കാണാൻ സാധിക്കട്ടെ. ശരിക്കും അനീഷിന്റെ ഗെയിം ഇനിയും നമ്മൾ കാണാൻ കിടപ്പുണ്ട്. ഇനിയും നമ്മൾ ഈ 2 ആഴ്ച ഗ്യാപ്പിൽ അനീഷിന്റെ ഗെയിം കാണാൻ കിടപ്പുണ്ട്. എന്തായാലും 100 ദിവസം തികയ്ക്കാതെ ഒന്നും അനീഷ് പുറത്താവില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അത് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. 50 ദിവസം ആയപ്പോഴേ പറഞ്ഞൊരു കാര്യമാണ്. 100 ദിവസം തികയ്ക്കാതെ അനീഷ് ഹൗസിൽ നിന്ന് പുറത്താവില്ല. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.